കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസികളെയും സ്കീമുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വരാറുണ്ട്, പ്രത്യേകിച്ച് NDAക്ക്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയിട്ട് ആ സ്കീമുകളെക്കുറിച്ച് സംസാരിക്കാം. What is a primary objective of the Pradhan Mantri Awas Yojana? Option A, to provide health insurance coverage. B, to offer affordable housing to urban residents. C, to promote skill development. D, to enhance agricultural. അപ്പോൾ ഈ ചോദ്യത്തിൽ വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രധാൻ മന്ത്രി ആവാസ് യോജന അല്ലെങ്കിൽ PMAY എന്ന് പറയുന്ന ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം 4 ഓപ്ഷനിൽ നിന്ന് പറയേണ്ടത് ടു ഓഫർ അഫോർഡബിൾ ഹൗസിംഗ് ടു അർബൻ റെസിഡൻസ് എന്നാണ്. അപ്പോൾ ഈ അർബൻ റെസിഡൻസിന് അഫോർഡബിളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിനുള്ളിൽ 6.5% പലിശയ്ക്കാണ് ഇവർക്ക് പലപ്പോഴും ലോണ് കൊടുക്കുന്നത്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പോളിസി എൻ്റെ പ്രത്യേകത. Which scheme provides financial assistance to small and marginal farmers? Option A, Pradhan Mantri Kisan Samman Nidhi, Pradhan Mantri Garib Kalyan Anna Yojana, Ayushman Bharat Yojana, National Pension Scheme. Which scheme provides financial assistance to small and marginal farmers എന്നാണ് ഈ ചോദ്യം വരുന്നത്. ഈ ചോദ്യത്തിൻ്റെ ശരിക്കും ഉത്തരം വരേണ്ടത് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ PM കിസാൻ എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ഇത് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു സാമ്പത്തിക വർഷം ഫാമേഴ്സിന് 6000 രൂപ കൊടുക്കുന്നൊരു പദ്ധതിയാണ് ഈ PM കിസാൻ പദ്ധതി എന്ന് പറയുന്നത്. What is the purpose of Ayushman Bharat Yojana? Option A, to provide health insurance coverage, to promote education, to enhance infrastructure, to support entrepreneurs. അത് പരിശോധിക്കുമ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആയുഷ്മാൻ ഭാരത് യോജന എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിന് 4 ഓപ്ഷൻസിൽ നിന്ന് കൃത്യമായ ആൻസർ ഓപ്ഷൻ എയിലാണ് കിടക്കുന്നത്, ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഭാഗമായിട്ട് 5 ലക്ഷം വരെ ഒരു ഫാമിലിക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന പരിപാടിയാണ് ഈ ആയുഷ്മാൻ ഭാരത് യോജന എന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഫാമിലിക്ക് മാത്രമുള്ള ഒരു പദ്ധതിയാണ്. വിച്ച് സ്കീം എയിംസ് ടു പ്രൊമോട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് എമംഗ് യൂത്ത്? ഓപ്ഷൻ എ, പ്രധാൻ മന്ത്രി കൗശൽ വികാസ് യോജന, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം, ആത്മനിർഭർ ഭാരത് റോജർ യോജന, ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഇനി ഈ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് സ്കീം എയിംസ് ടു പ്രൊമോട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് എമംഗ് യൂത്ത് എന്നുള്ളതാണ് ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ എല്ലാ ഓപ്ഷൻസും ഈ PMKYയുടെ കെയർ ഓഫിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള പദ്ധതികളാണ്. അപ്പോൾ എൻ്റെ ആൻസർ ശരിക്കും ഓൾ ഓഫ് ദി എബവ് എന്നുള്ള ആ ഓപ്ഷൻ D ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. കാരണം പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, PMKVY, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം, അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത്, അതിലും ഇത് തന്നെയാണ് വരുന്നത്. 3 സ്കീമും ഇതിനുള്ളതാണ്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം? ഓപ്ഷൻ എ, ടു ബൂസ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻ ക്രിട്ടിക്കൽ സെക്ടർ, ടു പ്രൊമോട്ട് അഗ്രികൾച്ചർ. C, to enhance healthcare infrastructure, to support small scale industries. ചോദ്യം വായിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് PLI സ്കീം എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ടു ബൂസ്റ്റ് മാനുഫാക്ചറിങ് ഇൻ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് എന്ന് പറയാൻ കാരണം ഇത് ശരിക്കും മാനുഫാക്ചറിങ് സെക്ടർ കുറച്ചുകൂടെ വികസിക്കുന്നതിന് വേണ്ടിയും അതുവഴി കൺസ്യൂമേഴ്സിന് കൂടുതൽ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വിച്ച് സ്കീം പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു സ്ട്രീറ്റ് വെൻഡേഴ്സ്? ഓപ്ഷൻ എ, PM സ്വാനിധി സ്കീം, B, പ്രധാൻ മന്ത്രി മുദ്ര യോജന, C, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, D, നാഷണൽ പെൻഷൻ സ്കീം. വായിച്ച് കാണും വിച്ച് സ്കീം പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ എ, PM സ്വാനിധി സ്കീം എന്ന് പറയുന്നതാണ് സ്ട്രീറ്റ് വെൻഡേഴ്സിനുള്ളത്. അതായത് തെരുവിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സഹായം എന്ന് പറയുന്നതാണ്.
അപ്പോൾ അതൊക്കെ പിന്നെ ബിസിനസ് എന്തെങ്കിലും കാരണവശാൽ നിന്ന് പോയവർ, അല്ലെങ്കിൽ ബിസിനസ് വീണ്ടും ഒന്ന് ശരിയാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള തെരുവിലെ കച്ചവടക്കാർക്ക് സാധാരണ ഒരു ലോണും എങ്ങൊന്നും കിട്ടില്ല. കാരണം അവന് ഈടുകളൊന്നും ഇല്ലാതെ ലോൺ ആരും കൊടുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി വരുന്നത്. What is the purpose of Mahatma Gandhi National Rural Employment Guarantee Scheme, MGNREGS? Option A, to provide health insurance coverage to guarantee employment to rural household. C, to promote education. And D, to enhance infrastructure. ഈ ക്വസ്റ്റ്യൻ ശരിക്കും MNREGSനെ കുറിച്ചാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് അല്പം പഴക്കമുള്ള ഒരു പദ്ധതിയാണിത്. ഇതിൻ്റെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി, ടു ഗ്യാരണ്ടി എംപ്ലോയ്മെൻറ്റ് ടു റൂറൽ ഹൗസ് ഹോൾഡ്സ് എന്നുള്ളതാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ആളുകൾക്ക്, ജോലി കിട്ടാത്തവർക്ക് അവർക്ക് ജോലി ഉറപ്പാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഈ MGNREGS. NREGS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഖേന നമുക്ക് ജോലി കിട്ടുന്ന ഒരു സ്കീമാണ് ഈ പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. Which scheme aims to promote entrepreneurship among SC/ST and women entrepreneurs? Option A, Stand Up India Scheme. Option B, Pradhan Mantri Mudra Yojana. Option C, National Pension Scheme. Option D, Ayushman Bharat Yojana. Which scheme aims to promote entrepreneurship among SC/ST and women entrepreneurs എന്നുള്ളതാണ്. അതിന് 4 ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ, സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ സ്കീം എന്നാണ് ഇതിന് പറയുന്നത്. അത് ബാങ്ക് ലോണുകൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക്, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന സഹായമാണ് ഈ സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ സ്കീം. What is the objective of the National Social Assistance Program, NSAP? Option A, to provide social assistance to the elderly, widows and disabled individuals. Option B, to promote education. Option C, to enhance healthcare infrastructure. Option D, to support entrepreneurship. അടുത്ത ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം, NSAP എന്ന് പറയുന്നത്. അതിൽ 4 ഓപ്ഷനിൽ കൃത്യമായ ആൻസർ വരുന്നത് ടു പ്രൊവൈഡ് സോഷ്യൽ അസിസ്റ്റൻസ് ടു ദ എൽഡർലി ആൻഡ് വിഡോസ് ആൻഡ് ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ വിഡോസിന്, അതുപോലെ കൂടുതൽ പ്രായമുള്ളവർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള, പിന്നെ വ്യത്യസ്തമായ അംഗപരിമിതം ആയിട്ടുള്ള ആളുകൾക്ക്, ഇവർക്കെല്ലാം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് NSAP. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട പോളിസികളെക്കുറിച്ച് പ്രാഥമികമായ ഒരു അറിവുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം ഞാനിപ്പോൾ പറയുന്ന പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്ന പരിപാടി. മുദ്ര ലോണെന്ന് നിങ്ങൾ കേട്ട് കാണും. മുദ്ര എന്ന് പറഞ്ഞാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി എന്നാണ് മുദ്രയുടെ എക്സ്പ്ലെയിൻ വരുന്നത്. അത് ഏപ്രിൽ 8, 2015 നരേന്ദ്രമോദി ആരംഭിച്ചൊരു സ്കീമാണ്. ശരിക്ക് സാധാരണ ഒരു ബാങ്കും ലോൺ കൊടുക്കാത്ത ഈ ചെറിയ ചെറിയ പദ്ധതികൾ, മൈക്രോ എൻ്റർപ്രൈസ് സെക്ടറിലേക്ക് ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മുദ്ര ലോൺ എന്ന് പറയുന്നത്. 3 വിഭാഗമുണ്ട്. ഒന്ന് ശിശു എന്ന് പറയുന്ന പദ്ധതി, അതിന് 50,000 രൂപ വരെ ലോൺ കിട്ടും. ഇനി കിഷോർ പദ്ധതിയിലാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. പിന്നെ തരുൺ എന്ന് പറയുന്ന പദ്ധതിയിൽ 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഇത്രയും പോയിന്റുകൾ ഈ പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തതാണ് പഹൽ യോജന എന്ന് പറയുന്നത്. പഹൽ യോജന ശരിക്കും പണ്ട് നമ്മൾ LPG സിലിണ്ടറൊക്കെ വാങ്ങുമ്പോൾ സബ്സിഡി റേറ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ സബ്സിഡി റേറ്റ് വെട്ടിക്കുറച്ചിട്ട് ശരിക്കും ആ സബ്സിഡി കൊടുക്കുന്ന എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പദ്ധതിയാണ് പഹൽ യോജന എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ ഒരു LPG സിലിണ്ടറിന് എന്ത് വിലയുണ്ട്, സബ്സിഡി റേറ്റ് എത്രയുണ്ട്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്ന എമൗണ്ട്, സബ്സിഡി എമൗണ്ട് ഡയറക്റ്റ് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിലേക്ക്, നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ഇട്ട് തരുന്ന പദ്ധതിയാണ് പഹൽ യോജന എന്ന് പറയുന്നത്. 2013 അത് ലോഞ്ച് ചെയ്തു. 2015 അതിനൊന്നുകൂടെ മോഡിഫൈ ചെയ്തു. ഇത് പ്രധാനപ്പെട്ട സ്കീമാണ് ജൻ ധൻ യോജന എന്ന് പറയുന്നത്. അതായത് എല്ലാ വീടിനും, ഒരു വീടിന് മിനിമം ഒരു അക്കൗണ്ടെങ്കിലും വെച്ച് തുടങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി 28 ഓഗസ്റ്റ് 2014 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ജൻ ധൻ യോജന. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറയുന്നത്. അതായത് 2016 ഈ സ്കീം ലോഞ്ച് ചെയ്യപ്പെടുന്നത്. 50 ദശലക്ഷം LPG കണക്ഷൻ പോവർട്ടി ലൈനിൽ താഴെയുള്ള
പെണ്ണുങ്ങൾക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മാർച്ച് 2020 അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ട് 8 കോടി ആളുകൾക്ക് എത്തിക്കണം എന്ന ഒരു ടാർഗറ്റ് ഇട്ടു. 2019 സെപ്റ്റംബർ ആയപ്പോൾ തന്നെ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് അടൽ പെൻഷൻ യോജന, APY എന്ന് പറയും. 2015 മെയ് 9 നരേന്ദ്രമോദിയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ട്. എല്ലാവർക്കും ഒരു മിനിമം പെൻഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. സാധാരണ ഈ സെക്സ് അനുസരിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ പെൺകുട്ടികളെ കൊല്ലുന്ന, അതായത് ഗർഭസ്ഥ ശിശുവിനെ തന്നെ കൊല്ലുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കേന്ദ്ര ഗവൺമെൻറ് തുടങ്ങിയ സ്കീമാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 22 ജാനുവരി 2015 ഇത് നരേന്ദ്രമോദി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതിയായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഇതുമൂലം ശരിക്കും നമുക്കൊരു ആ ജെൻഡർ ബേസിൽ നിന്നുള്ള സെക്സ് എലിമിനേഷൻ ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തത് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയും. 2015 ലോഞ്ച് ചെയ്തൊരു സ്മോൾ സേവിങ്സ് ആണ് പെൺകുട്ടികൾക്ക് വേണ്ടി. അതായത് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ 10 വയസ്സ് തികയുന്നതിന് മുമ്പ് ഏതെങ്കിലും ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അവരുടെ പേരിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നു. എന്നിട്ട് ആ സേവിങ്സ് അക്കൗണ്ടിലേക്ക് പെൺകുട്ടികളുടെ കുടുംബത്തിൽ നിന്നിടുന്ന പൈസയും അതിലേക്ക് ഗവൺമെൻറ്റും പൈസയും, അങ്ങനെ ആ കുട്ടിയുടെ കല്യാണ സമയത്തോ അല്ലെങ്കിൽ മറ്റു പഠനത്തിനോ ഉതകുന്ന രീതിയിലൊരു ലംസം എമൗണ്ട് ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. അടുത്തത് പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ യോജന എന്ന് പറയും. അതായത് പ്രഗ്നൻ്റായ പെൺകുട്ടികളെ എല്ലാ മാസവും 9-ാം തീയതി മുതൽ പ്രത്യേകം സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പ്രധാനമന്ത്രി സുരക്ഷിത് മന്ത്രിത്വ യോജന എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന്, മെഡിക്കൽ ഉൾപ്പെടെയുള്ള സംരക്ഷണത്തിനുള്ള പദ്ധതിയാണ്. അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുണ്ട്. അതായത് ആക്സിഡൻറ്റിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടി. 18-നും 70-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ആക്സിഡൻറ്റ് വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസാണ്. അതിനുള്ള പൈസ അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കും. ഇത് നമ്മുടെ കൺസെൻറ്റോടുകൂടിയാണ് ശരിക്കും ഈ ഡെബിറ്റിങ്. അതുപോലെ മിഷൻ ഇന്ദ്രധനുഷ് എന്ന പരിപാടിയുണ്ട്. അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ കുട്ടികൾ, ഇവർക്കെല്ലാം ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന, രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുന്ന പരിപാടി ഡിസംബർ 2014 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ മോശമായ വീടുള്ളവർക്ക് അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് അവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ കൊടുക്കുന്നുണ്ട്. 2015 മുതൽ ഈ ഒരു സിസ്റ്റം നിലവിൽ ഉണ്ട്. അതുപോലെ 24/7 ഫുൾ ടൈം പവർ സപ്ലൈക്ക് വേണ്ടി 2015 നവംബർ 15 ഗവൺമെൻറ് ലക്ഷ്യമിട്ട ഒരു പദ്ധതി, ഒരു പോളിസിയാണ് ഉജ്ജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന എന്ന് പറയുന്നത്. പവർ സപ്ലൈ 24/7 ഇന്ത്യയിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പദ്ധതി. അതാണ് ഉജ്ജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. അപ്പോൾ ഇത്രയും സ്കീമുകളെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഇത് തീർന്നില്ല. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി സ്കീമുകളൂടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത്രയും സ്കീമുകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും.